നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ നിലവിലെ കടുത്ത തൊഴിൽ ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ, അതായത് ക്രാഫ്റ്റ് മങ്ങൽ പശ്ചാത്തലത്തിൽ മറ്റൊരു മേഖലയിൽ നിന്നും പുതിയൊരു കരിയർ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് കെയർ ഐൻസ്റ്റൈഗർ മുന്നിൽ തുറക്കുന്ന വമ്പൻ അവസരങ്ങളെ കുറിച്ചുള്ള വാർത്തയാണ് ഇന്ന് ആദ്യത്തേത്. ഇതുവരെ ചെയ്തു വന്നിരുന്ന ജോലിയിൽ മടുപ്പാണോ നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്? മികച്ച ശമ്പളത്തോടെ കരിയർ മാറാൻ ജർമ്മനിയിൽ വമ്പൻ അവസരങ്ങളാണ് ഒരുങ്ങുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തും സുരക്ഷിതമായ മുന്തിയ തസ്തികകൾ, അതായത് ടോപ്പ് ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിലവിലെ ജോലിയിലെ അതൃപ്തി, കുറഞ്ഞ ശമ്പളം, മികച്ച കരിയർ വളർച്ചയുടെ അഭാവം എന്നിവ കാരണം ബുദ്ധിമുട്ടുന്ന ജർമ്മനിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ കരിയർ പൂർണ്ണമായി മാറ്റിമറിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന് സാമ്പത്തിക രംഗത്തെ പ്രമുഖ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ജർമ്മനിയിലെ രൂക്ഷമായ വിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമം കാരണം മുൻ പരിചയമില്ലാത്ത മേഖലകളിലേക്ക് കടന്നു വരുന്നവർക്കായി കമ്പനികളും പൊതുമേഖലാ സ്ഥാപനങ്ങളും വാതിലുകൾ വലിയ തോതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകൾ മനുഷ്യന്റെ ജോലികൾ കവരുന്ന ഈ പുതിയ കാലഘട്ടത്തിലും പൂർണ്ണമായും സുരക്ഷിതമായതും ഏറ്റവും ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്യുന്നതുമായ പ്രധാന ജോലികളാണ് ഇനി പറയുന്നത്. ജർമ്മൻ സൈന്യം, അതായത് ബുണ്ടസ്വെയർ, മാസം 8,473 യൂറോ വരെ ശമ്പളം ലഭിക്കും. കരിയർ മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്യുന്നത് ജർമ്മൻ സൈന്യമാണ്. ഉദ്യോഗാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും മുൻകാല പ്രായോഗിക പരിചയവും അനുസരിച്ച് പ്രതിമാസം 8,473 യൂറോ, ഏകദേശം 8 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ ബുണ്ടസ്വെയർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സൈന്യത്തിലെ സാങ്കേതിക, അഡ്മിനിസ്ട്രേറ്റീവ്, മെഡിക്കൽ മേഖലകളിലേക്കാണ് ഇത്തരത്തിൽ ആളുകളെ പ്രധാനമായും പരിഗണിക്കുന്നത്. അടുത്തത് റെയിൽവേ മേഖലയാണ്. ഡോയ്ച്ചെ ബാൻ. ജർമ്മനിയിൽ പ്രതിവർഷം 5,000 മുതൽ 10,000 വരെ ലോക്കോ പൈലറ്റുമാരുടെ കുറവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ 35 മണിക്കൂർ പ്രവൃത്തി സമയ നിബന്ധന വന്നതോടെ ഈ ക്ഷാമം ഇരട്ടിയായി. ഇതിൽ ആകർഷണീയമായിരിക്കുന്നത് ചെറിയ കാലയളവിലെ റീട്രെയിനിങ്, അതായത് ഉംഷൂളും വഴി ആർക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാം. ശമ്പളത്തെ പറ്റി പറയുമ്പോൾ തുടക്കക്കാർക്ക് തന്നെ പ്രതിമാസം ഏകദേശം 4,000 യൂറോ മുതൽ മികച്ച ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും ട്രെയിൻ ഡ്രൈവർമാരുടെ ജോലി പൂർണ്ണ സുരക്ഷിതമായിരിക്കും. അടുത്തത് IT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്, അതായത് IT സെക്ടർ. സാങ്കേതിക വിദ്യയിൽ താല്പര്യമുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്വയം പഠിച്ചോ ചെറിയ കോഴ്സുകൾ വഴിയോ കടന്നു ചെല്ലാൻ പറ്റിയ മേഖലയാണിത്. സുരക്ഷിതമായ തസ്തികകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, ഡാറ്റ സയന്റിസ്റ്റ്, കൂടാതെ ഏറ്റവും പുതിയ കരിയറായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്നീ തസ്തികകളിൽ വൻ തൊഴിലവസരങ്ങളാണ് ഉള്ളത്. ഇതിന്റെ ശമ്പളത്തെ പറ്റി പറയുമ്പോൾ കോഡിംഗിലും AI ടൂളുകൾ ഉപയോഗിക്കുന്നതിലുമുള്ള പ്രാവീണ്യം അനുസരിച്ച് തുടക്കത്തിൽ തന്നെ 4,500 യൂറോയ്ക്ക് മുകളിൽ പ്രതിമാസ വരുമാനം സ്വന്തമാക്കാം. അടുത്തത് നഴ്സിംഗ്, പ്രൈമറി വിദ്യാഭ്യാസം, സോഷ്യൽ വർക്ക്, അതായത് ഫ്ലീഗ ആൻഡ് ബിൽഡിംഗ് ആണ്. ജർമ്മനിയിലെ ജനസംഖ്യാ ഘടന പ്രായമേറി വരുന്ന ഒന്നായതിനാൽ ഹെൽത്ത് കെയർ മേഖല ഒരിക്കലും തളരില്ല. അവസരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ വയോജന പരിചരണം, അതായത് ആൾട്ടൻ ഫ്ലീഗെ, ഹോസ്പിറ്റൽ സ്റ്റാഫ്, കിൻഡർ ഗാർട്ടൻ അധ്യാപകർ, അതായത് എർസിയർ, സ്കൂളുകളിലെ ക്രോസ് കൺട്രി അധ്യാപകർ എന്നിവർക്ക് ജർമ്മനിയിൽ വലിയ ഡിമാൻഡാണ്. ഇവരുടെ ശമ്പളത്തെ പറ്റി പറയുമ്പോൾ സംസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും അനുസരിച്ച് 3,500 യൂറോ മുതൽ 5,000 യൂറോ വരെ പ്രതിമാസം നേടാൻ സാധിക്കും. മനുഷ്യന്റെ നേരിട്ടുള്ള പരിചരണവും സ്നേഹവും ആവശ്യമായതിനാൽ ഈ ജോലികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭീഷണി ഉയർത്തുന്നില്ല. ജർമ്മനിയിലെ പുതിയ തൊഴിൽ വിപണി പ്രകാരം കേവലം ബിരുദ സർട്ടിഫിക്കറ്റുകൾക്കപ്പുറം വ്യക്തികളുടെ പ്രായോഗികമായ കഴിവുകൾക്കും, അതായത് സോഫ്റ്റ് സ്കിൽസ്, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള താല്പര്യത്തിനുമാണ് കമ്പനികൾ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. നിലവിലെ ജോലിയിൽ മടുപ്പ് തോന്നുന്ന മലയാളി പ്രവാസികൾക്കും ഈ കരിയർ മാറ്റ സാധ്യതകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ജോലി ഏറെയുണ്ട്, പക്ഷേ കഴിവും ജർമ്മൻ ഭാഷാ പ്രായോഗികതയും, അതായത് ഭാഷാജ്ഞാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ജോലികളിൽ തെരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക. ജർമ്മനിയിലെ ലോവർ സാക്സണി സംസ്ഥാനത്ത് പോലീസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് വൻ വിവാദം പുകയുകയാണ്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ജനങ്ങളെ മർദ്ദിച്ചതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ ഒളിപ്പിക്കാൻ ശ്രമിച്ചതിനും ഹാനോവർ പോലീസ് ആസ്ഥാനത്ത് ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. ഇവർക്ക് പുറമെ മറ്റ് 2 ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ഹാനോവർ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് നിലവിൽ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.
സീറോ മലങ്കര കത്തോലിക്ക മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ യൂറോപ്പ് UK കൺവെൻഷനിൽ സംബന്ധിക്കുവാൻ റോമിൽ എത്തിച്ചേർന്ന സഭാ പ്രതിനിധികളും സഭയുടെ തലവനായ കർദിനാൾമാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയും മറ്റു സഭാ അധ്യക്ഷന്മാരുമായി ലെയോ 14 മാർപ്പാപ്പായെ തിങ്കളാഴ്ച കൂടിക്കണ്ടു. സഭയുടെ പാരമ്പര്യത്തെയും ആരാധനാക്രമത്തെയും എടുത്തു പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ സന്ദേശം പങ്കുവച്ചു. ജൂൺ 15 67ാം പിറന്നാൾ ആഘോഷിച്ച കർദിനാൾ മാർ ക്ലീമീസിന് മാർപ്പാപ്പ ആശംസകൾ നേർന്നു. ഒപ്പം മെത്രാഭിഷേകത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെയും ആശംസകൾ നേർന്നു. യൂറോപ്പിൽ താമസിക്കുന്ന സീറോ മലങ്കര വിശ്വാസികളുടെ അജപാലന പ്രവർത്തനങ്ങൾക്കായി അടുത്തിടെ നിയമിതനായ അപ്പസ്തോലിക വിസിറ്റേറ്റർ കുര്യാക്കോസ് മാർ ഒസ്താത്യോസിനും മാർപ്പാപ്പ ആശംസകൾ അർപ്പിച്ചു. പ്രവാസ ലോകത്തെ മലങ്കര ക്രൈസ്തവ വിശ്വാസികൾക്ക് ആത്മീയ ആവേശം പകർന്ന് വത്തിക്കാനിൽ 3 ദിവസമായി നടന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അന്താരാഷ്ട്ര യൂറോപ്പ് UK സമ്മേളനത്തിനാണ് പ്രൗഢോജ്വലമായ സമാപനം ഉണ്ടായത്. സമ്മേളനത്തിന്റെ ഏറ്റവും സവിശേഷമായ അവസാന ദിനത്തിൽ സഭയുടെ പിതാവും തലവനുമായ അഭിവന്യ മോറോൻ മോർ ബസേലിയോസ് ക്ലീമീസ് തീരിയൻ കത്തോലിക്ക ബാവയുടെയും മറ്റ് ബിഷപ്പുമാരുടെയും നേതൃത്വത്തിൽ പ്രതിനിധി സംഘം വത്തിക്കാനിൽ വെച്ച് പരിശുദ്ധ ലെയോ 14 മാർപ്പാപ്പായുമായി പ്രത്യേക കൂടിക്കാഴ്ചയാണ് നടത്തിയത്. യൂറോപ്പിന്റെയും UKയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസികൾ ഉൾപ്പെടെ 300ഓളം പ്രതിനിധികളാണ് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായി വത്തിക്കാനിൽ ഒത്തുചേർന്നത്. വത്തിക്കാനിലെ പ്രത്യേക ഓഡിയൻസ് ഹാളിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ പരിശുദ്ധ പാപ്പ മലങ്കര സഭയുടെ പ്രതിനിധികളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. അതേസമയം ബസേലിയസ് ക്ലീമീസ് ബാവ യൂറോപ്പിലെ സഭയുടെ വളർച്ചയും പ്രവാസി സമൂഹത്തിന്റെ ആത്മീയ മുന്നേറ്റങ്ങളും പരിശുദ്ധ പാപ്പായെ ധരിപ്പിച്ചു. മാതൃരാജ്യത്ത് നിന്നും അകലെയാണെങ്കിലും തങ്ങളുടെ പൗരാണികമായ വിശ്വാസ പാരമ്പര്യവും സംസ്കാരവും യൂറോപ്യൻ മണ്ണിലും മുറുകെ പിടിക്കുന്ന പ്രവാസി മലങ്കര സമൂഹത്തെ പാപ്പ പ്രത്യേകം അഭിനന്ദിക്കുകയും അവർക്കായി അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുത്ത ബിഷപ്പുമാരും പ്രവാസി സമൂഹത്തിലെ പ്രമുഖരും പാപ്പായ്ക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ജൂൺ 13 മുതൽ 15 വരെ നീണ്ടുനിന്ന 3 ദിവസത്തെ സമ്മേളനം യൂറോപ്പിലെ മലങ്കര സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ചരിത്രപരമായ വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച വിവിധ പഠന സെമിനാറുകൾ, ആത്മീയ പ്രാർത്ഥനകൾ, മലങ്കര മിഷനുകളുടെ വളർച്ച വ്യക്തമാക്കിയ മൾട്ടിമീഡിയ അവതരണങ്ങൾ എന്നിവയാൽ സമ്പന്നമായിരുന്നു സമ്മേളനം. ജർമ്മൻ മിഷൻ കോർഡിനേറ്റർ ഫാദർ സന്തോഷ് തോമസ് കോയിക്കലിനെ കോർ എപ്പിസ്കോപ്പ പദവിയിലേക്ക് ഉയർത്തിയ പ്രഖ്യാപനവും ഈ സമ്മേളനത്തെ കൂടുതൽ ധന്യമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്യൻ പര്യടനത്തിന്റെ ഭാഗമായുള്ള സ്ലോവാക്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയ ചരിത്രമായി. 1993 സ്ലോവാക്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യത്തെ സന്ദർശനമാണിത്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവയിൽ എത്തിയത്. ബ്രാട്ടിസ്ലാവ കൊട്ടാരത്തിൽ വെച്ച് പ്രധാനമന്ത്രി മോദിക്ക് ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെയുള്ള വമ്പൻ ഔദ്യോഗിക സ്വീകരണമാണ് രാജ്യം ഒരുക്കിയത്. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇനി മുതൽ സമഗ്ര പങ്കാളിത്തം എന്ന ഉയർന്ന തലത്തിലേക്ക് ഉയർത്താൻ ഇരു നേതാക്കളും സംയുക്തമായി തീരുമാനിച്ചു. വിലപ്പെട്ട ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലായി സുപ്രധാന ധാരണാപത്രങ്ങൾ കൈമാറി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടറുകൾ, സ്റ്റാർട്ടപ്പുകൾ, സൂപ്പർ കമ്പ്യൂട്ടറുകൾ എന്നിവയിൽ സഹകരണം ശക്തമാക്കും. കോസിസ് സാങ്കേതിക സർവകലാശാലയിൽ ഇന്ത്യയുടെ സഹായത്തോടെ AI ചെയർ സ്ഥാപിക്കും. തൊഴിൽ കുടിയേറ്റത്തെ പറ്റി പറയുമ്പോൾ പ്രൊഫഷണലുകളുടെയും വിദഗ്ധ തൊഴിലാളികളുടെയും സുരക്ഷിതവും നിയമപരമായ കുടിയേറ്റം എളുപ്പമാക്കും. പ്രവാസികളുടെ ക്ഷേമം മുൻനിർത്തി സോഷ്യൽ സെക്യൂരിറ്റി കരാർ വേഗത്തിലാക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചു. പ്രതിരോധ സഹകരണത്തെ പറ്റി പറയുമ്പോൾ പ്രതിരോധ മേഖലയിൽ സാങ്കേതിക കൈമാറ്റവും സംയുക്ത സംരംഭങ്ങളും ലക്ഷ്യമിട്ടുള്ള പ്രത്യേക ലെറ്റർ ഓഫ് ഇന്റന്റ് ഒപ്പുവച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമമാക്കുന്നതിൽ സ്ലോവാക്യ നൽകിയ വലിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി മോദി പ്രത്യേക നന്ദി രേഖപ്പെടുത്തി. ഗ്രീൻ എനർജി, വിദ്യാഭ്യാസം, ഹെൽത്ത് കെയർ എന്നിവയ്ക്ക് പുറമെ ആയുർവേദത്തിനും യോഗയ്ക്കും വലിയ ജനപ്രീതിയുള്ള സ്ലോവാക്യയുമായി സാംസ്കാരിക കൈമാറ്റങ്ങളും കൂടുതൽ ശക്തമാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോയെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. നോർക്ക റൂട്ട്സ് ലോകമെമ്പാടുമുള്ള പ്രവാസി കേരളീയർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന വിവിധ ID കാർഡുകളുടെ സേവനങ്ങൾ സംബന്ധിച്ച ജൂലൈ 15 വരെ പ്രത്യേക പ്രചാരണ മാസാചരണം സംഘടിപ്പിക്കുന്നു. വിദേശത്തെ 6 മാസത്തിൽ കൂടുതൽ ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യുന്ന കേരളീയർക്കുള്ള പ്രവാസി ID കാർഡ്, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കേരളീയ വിദ്യാർത്ഥികൾക്കായുള്ള സ്റ്റുഡന്റ് ID കാർഡ്, കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രവാസി കേരളീയർക്കായുള്ള NRK ID കാർഡ്, ഗുരുതര രോഗങ്ങൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക പ്രവാസി രക്ഷ ഇൻഷുറൻസ്
ഇൻഷുറൻസ് എന്നീ സേവനങ്ങൾ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് മാസാചരണം നടത്തുന്നത്. 408 രൂപയുടെ ഒറ്റത്തവണ പ്രീമിയത്തിലൂടെ അപകട മരണത്തിന് 5 ലക്ഷം രൂപയുടെയും അംഗവൈകല്യങ്ങൾക്ക് 2 ലക്ഷം രൂപയും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് ID കാർഡ് സേവനങ്ങൾ. പ്രവാസി രക്ഷ ഇൻഷുറൻസ് പദ്ധതിയിൽ 661 രൂപയുടെ ഒറ്റത്തവണ പ്രീമിയത്തിലൂടെ ഗുരുതരമായ രോഗങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെയും അപകട മരണത്തിന് 3 ലക്ഷം രൂപയുടെയും അംഗവൈകല്യങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെയും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. നോർക്ക ID കാർഡുകൾക്ക് 3 വർഷവും നോർക്ക പ്രവാസി രക്ഷ ഇൻഷുറൻസിന് 1 വർഷവുമാണ് കാലാവധി. നോർക്ക ID കാർഡുള്ളവർക്ക് മാത്രമേ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിലും നോർക്ക കെയർ പ്ലസിലും എൻറോൾമെന്റ് സമയത്ത് അംഗമാകാൻ കഴിയുകയുള്ളൂ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.